ഓപ്പറേഷൻ വിക്രാന്ത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് കർണാടക വനംവകുപ്പ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഓപ്പറേഷൻ വിക്രാന്ത് എന്ന് പേരിട്ട മിഷനിലൂടെ കർണാടക വനംവകുപ്പ് പിടികൂടിയത് കൊലക്കൊമ്പന്മാരായ 3 ആനകളെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള കർണാടകയിൽ മനുഷ്യമൃഗ സംഘർഷം ഏറ്റവും രൂക്ഷമായി നടക്കുന്ന സ്ഥലങ്ങളാണ് ബേലൂർ, സക്ലേഷ്പൂർ ജില്ലകൾ. പ്രതിവർഷം 50-ൽ കൂടുതൽ ആൾക്കാർക്ക് ഈ മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ പരിക്കുപറ്റുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട്. കാപ്പി ഉൾപ്പെടെയുള്ള കൃഷിവിളകൾ ധാരാളമായി കൃഷി ചെയ്യുന്ന ഈ മേഖലയിൽ ജീവിക്കുന്നത് ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികളാണ്. ഇതിൽ ബേലൂർ എന്ന സ്ഥലം മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അതിന് കാരണം മുൻപ് ബേലൂരിലെ പ്രശ്നക്കാരായിരുന്ന 2 ആനകളെ കർണാടക വനംവകുപ്പ് പിടികൂടി കോളർ ബ്രിഡ്ജ് ധരിപ്പിച്ച് നാഗർഹോള വനത്തിൽ തുറന്നുവിട്ടിരുന്നു. ഈ 2 ആനകളും കർണാടക വനാതിർത്തി കടന്ന് കേരളത്തിലേക്കെത്തി നിരവധി പ്രശ്നങ്ങളുണ്ടാക്കിയത് മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബേലൂർ, സക്ലേഷ്പൂർ താലൂക്കുകളിൽ നിരന്തരമായി പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്ന 3 കാട്ടാനകളെ പിടികൂടുവാനായി കർണാടക വനമന്ത്രി ഈശ്വർ ബി ഖന്ദ്രെ ഉത്തരവിട്ടിരുന്നു. പതിവായി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും 3 മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ആനകളെ പിടികൂടാൻ കർണാടക വനംവകുപ്പ് ഉത്തരവിടുന്നത്. കർണാടകയുടെ സൂപ്പർ സ്റ്റാറായ കുങ്കിയാന അഭിമന്യുവിനു പകരം ധനഞ്ജയ, പ്രശാന്ത, ഭീമ, കാഞ്ചൻ, ഹർഷ, ഏകലവ്യ, മഹേന്ദ്ര എന്നീ ആനകളാണ് ഈ മിഷനിൽ പങ്കെടുത്തത്. മാർച്ച് മാസം 16-ാം തീയതിയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. സക്ലേഷ്പൂർ താലൂക്കിലെ ബിക്കടുവിൽ വച്ചാണ് ആദ്യത്തെ ആനയെ പിടികൂടിയത്. മയക്കുവെടിവെച്ച കൊമ്പനെ കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റുകയായിരുന്നു. മാർച്ച് 20-ന് 2ാമത്തെ ആനയായ വിക്രാന്തിനെ പിടികൂടുന്ന മിഷൻ ആരംഭിച്ചു. 3 ആനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നക്കാരനായിരുന്നു വിക്രാന്ത് എന്ന കൊമ്പൻ. പലപ്പോഴും തോട്ടം തൊഴിലാളികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തലനാരിഴയ്ക്കാണ് ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത്. മാർച്ച് 20-ന് മയക്കുവെടിവെച്ച വിക്രാന്തിനെ കുങ്കിയാനകളുടെ സഹായത്താൽ പിടികൂടുകയായിരുന്നു. വിക്രാന്തിനെ ശിവമോഗയിലെ സക്രബേലു ആനക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യവാനായ വിക്രാന്തിനെ ആനച്ചട്ടം പഠിപ്പിച്ച് നാട്ടാനയാക്കുമോ എന്ന് ഉറപ്പായിട്ടില്ല. തുടർന്ന് കൂട്ടത്തിലെ 3ാമനായ മോഴ ആനയെയും പിടികൂടി ഭദ്ര റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓപ്പറേഷൻ ആരംഭിച്ചതു മുതൽ എലിഫന്റ് ടാസ്ക് ഫോഴ്സിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ആനകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. വനം കൺസർവേറ്റർ വി യദുകൊണ്ടലു, DCF സൗരവ് കുമാർ, മൃഗഡോക്ടർമാർ എന്നിവർ ഓപ്പറേഷനിൽ പങ്കാളിയായി. ഈ മിഷനിൽ പങ്കെടുത്ത ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഈശ്വർ ബി ഖന്ദ്രെ അഭിനന്ദിച്ചു. മനുഷ്യരെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി.